അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോൺടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ലൂക്ക 4:12 യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണമെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പം ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. കുഞ്ഞുങ്ങളില്ല, പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ നമ്മൾ വന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളിപ്പേണ്ട സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ. രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണ മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ അവന്മാരും തൊടത്തില്ല. നേർച്ചോട്ടെന്ന് പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കി. ഇനി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ട കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കും. അവന്മാർ വിശ്വാസപൂർവ്വമൊന്നും എടുക്കത്തില്ല. ഒരു കൈ കൊടുത്തിട്ടേക്ക്, നടക്കട്ടെ, ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യെന്ന പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വിരലിൽ പോലും ഒരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിൽ നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അതിനകത്ത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയെന്ന് പറയും. എന്നാൽ നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂട് തൊടി, മറ്റുള്ളവർ കാവിക്കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ, ജോലി കിട്ടുവേ, കടങ്ങളൊക്കെ മാറും. 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയനോ. അത് ഞാൻ റാങ്കുകാരൻ്റെ 3ാം റാങ്കുകാരൻ്റെ താഴെ ഇരുന്ന് എൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയനോ. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവൻ്റെ തനി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയനോ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനോ, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ് നമ്മളെ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയണത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ച. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും.
ലോകാത്മാവ് ഉണ്ടാവും. അപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവും ദൈവാത്മാവും. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറിറ്റ്സിന് ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക, ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരണമെന്നറിയാവുക, ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പണിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് പോയി ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസം ചോദിക്കത്തില്ലേ കർത്താവ്, ശെബയോനെ, ആരാണ് ശെബയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പോൾ ശെബയോൻ പറയും, അടിമകളല്ലേ അപ്പം കൊടുക്കണത്. അപ്പോൾ ഈശോയ്ക്കും അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശെബയോൻ പറയാം, മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവിളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യം ഒരു സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. മത്തായി 17:27. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മളവർക്ക് നല്ല കാര്യമല്ലേ, വരാൻ പോകുന്ന കാര്യം നമുക്ക് അറിയാവില്ല. അതല്ല പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ, നീ ഇപ്പം വലിയ
മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്. ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കയ്യിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? വചനേതാണ്? 16 16-14. ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. എൻ്റെ പേര് സോണി ജോയ്. ഞാൻ കൊല്ലം ജില്ലയിലെ നീണ്ടകര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂൺ 10 കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും വലുത് അമ്മയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ആദ്യമായി വെച്ച എൻ്റെ ഉടമ്പടി നിയോഗം, പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ഞാൻ ചെയ്ത ഉടമ്പടി കൃത്യമായി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ എന്നാണ്. ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ അമ്മ എന്നാണ് ഞാൻ ആദ്യം എൻ്റെ ഉടമ്പടി നിയോഗമായി വെച്ചത്. ഇന്ന് ഈ നിമിഷം വരെയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ BSc നഴ്സിംഗ് 4ാം വർഷത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏറ്റവും നല്ല മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കണമെന്നാണ് ഞാൻ രണ്ടാമതായി വെച്ച നിയോഗം. അതിൽ പരിശുദ്ധ അമ്മ എന്നെ ഡിസ്റ്റിങ്ഷനോട് കൂടെ തന്നെയാണ് എൻ്റെ BSc നഴ്സിംഗ് 4ാം വർഷത്തെ എക്സാം പാസ്സാക്കിയത്. ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു പരീക്ഷ സമയത്ത്. പക്ഷേ മാതാവ് തന്നെയാണ് എനിക്ക് എക്സാമിൻ്റെ സമയത്ത് എല്ലാം പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എക്സാം പേപ്പർ നോക്കിയത് പരിശുദ്ധ അമ്മ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഡിസ്റ്റിങ്ഷനോടെ മാതാവ് പാസ്സാക്കി. രണ്ടാമതായി എൻ്റെ നിയോഗം, ഞാൻ OETക്ക് പഠിക്കാൻ പോയിരുന്നു. OET എക്സാം എന്നെ പാസ്സാക്കണമെന്നാണ് ഞാൻ രണ്ടാമതായി വെച്ച നിയോഗം. പക്ഷേ OET എക്സാം ഞാൻ എഴുതിയെങ്കിലും 3 Bയും 1 Cയും ആയിരുന്നു എനിക്ക്. 4 മാർക്കിന് എനിക്ക് OET എക്സാം ഫെയിലായി. പക്ഷേ വളരെയേറെ സങ്കടം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് മാതാവ് ഒരു ധൈര്യം തന്നു. മാതാവ് എന്തോ ഇഷ്ടപ്പെടുന്നുണ്ട്, മാതാവിൻ്റെ ആഗ്രഹം വേറെ എന്തോ ആണെന്ന് എൻ്റെ മനസ്സിലൊരു മാതാവ് എനിക്ക് തോന്നി തന്നു. അങ്ങനെ OET എക്സാം പിന്നെ എഴുതാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യാൻ കയറിയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സൗദിയിലോട്ടുള്ള നഴ്സുമാരുടെ വേക്കൻസികളൊക്കെ വന്നു. സൗദി എനിക്ക് മാനസികമായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. കാരണം അവിടെ പള്ളിയില്ല, കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല, അതൊക്കെയായിരുന്നു എൻ്റെ വിഷമം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞില്ല, അവിടെ കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റും, അവിടെ പള്ളിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് ജോലിയില്ലാതെ വിദേശത്തോട്ടുള്ള ജോലിക്ക് വേണ്ടി നെബോഷ് പാസ്സായിട്ട് സേഫ്റ്റി ഓഫീസറിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സൗദിയിലേക്ക് നോക്കാമെന്ന് വിചാരിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിയോഗം വെച്ച് സൗദിയിലേക്ക് ഞങ്ങളെ വിടണമേ എന്ന് വിചാരിച്ചിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പക്ഷേ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഹസ്ബൻഡിന് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശയിലായി. പക്ഷേ എൻ്റെ സൗദി പ്രോസസ്സിങ് എല്ലാം ഇൻ്റർവ്യൂസും കാര്യങ്ങളും അല്ല, എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റാർട്ടാക്കിയിരുന്നു. അങ്ങനെ ജൂൺ മാസം അമ്മയുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചു, പരിശുദ്ധ അമ്മ ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, പരിശുദ്ധ അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത്, അമ്മ എങ്ങോട്ടാണോ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ഞങ്ങളെ വിടണമേ എന്നാണ് പരിശുദ്ധ അമ്മ എടുത്ത് അടുത്ത നിയോഗമായിട്ട് ഞാൻ വെച്ചത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് അമ്മ മാതാവിൻ്റെ ജന്മതിരുനാൾ മാസമായ സെപ്റ്റംബർ മാസം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ എല്ലാം ശരിയാക്കി അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഞാൻ അമ്മയോട് നിയോഗമായിട്ട് വെച്ചത്. അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ വിടണമേ എന്നാണ് നിയോഗമായിട്ട് വെച്ചത്. സെപ്റ്റംബർ മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ വരികയും അത് പാസ്സാകുകയും സെപ്റ്റംബറിൽ തന്നെ വിസ വരികയും ചെയ്തു. ഒക്ടോബർ 18-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലേക്ക് പോയി. അങ്ങനെ എൻ്റെ സൗദിയുടെ പ്രോസസ്സിങ് നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു. സൗദി എക്സാം എഴുതി. സൗദി എക്സാം എനിക്ക് പാടായിരുന്നു, നല്ല ടഫായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉപ്പ് ഞാൻ എൻ്റെ എക്സാം ടേബിളിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. സൗദി എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു, ഞാൻ പാസ്സാവുന്നത് തന്നെ വിചാരിച്ചതല്ല. പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോഴത്തേക്കും 500 മാർക്കിന് മാതാവ് എനിക്ക് 604 മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി. അതിനുശേഷമാണ് മാതാവ് എന്നെ മനസ്സിൽ തോന്നിച്ചത്, സൗദി എക്സാം പാസ്സായ എന്തുകൊണ്ട് നിനക്ക് അബുദാബി എക്സാം എഴുതിക്കൂടാ, അബുദാബിയിലോട്ട് പോകാനുള്ള ഹാദ് എക്സാം എഴുതിക്കൂടാ, അബുദാബിയിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം മാതാവിനിൽ ജനിപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണല്ലോ, അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അബുദാബി പോകുന്നതല്ലേ നല്ലത്, സൗദിനേക്കാളും മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് സൗദി. എന്നിട്ട് ഞാൻ എൻ്റെ അബുദാബി പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കി. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അമ്മ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ്, സമയ ഘടികാരം നെഞ്ചിൽ ചെറുത്തിയ മാതാവാണ്. മാതാവേ സമയം എത്രയും പെട്ടെന്ന് എൻ്റെ പ്രോസസ്സിങ് എല്ലാം തീർത്ത് മാതാവേ എത്രയും പെട്ടെന്ന് എനിക്ക് അബുദാബിയിലേക്ക് പോകാനായിട്ട്, അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കി. 1 മാസം പറഞ്ഞ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് 2 ആഴ്ച കൊണ്ടാണ് എല്ലാം റെഡിയായിക്കൊണ്ടിരുന്നത്. അവർ 2 ആഴ്ച പറഞ്ഞെങ്കിൽ എനിക്ക് 2 ദിവസം കൊണ്ടാണ് അതെല്ലാം ശരിയായിക്കൊണ്ടിരുന്നത്. എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ റിസൈൻ ചെയ്തിറങ്ങി പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഈ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്നിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയത്. ഫെബ്രുവരി 19-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിന് പോയത്. ക്ലാസ് 1 മാസമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ക്ലാസ്സിലുടനീളം എനിക്കുണ്ടായിരുന്നു. അമ്മ എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച് തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം എനിക്കത് പഠിക്കാൻ പറ്റി. എനിക്ക് ആരോ എൻ്റെ മനസ്സിൽ എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് എനിക്ക് ഇന്ന് വരെ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു, മാതാവിൻ്റെ കൂടെ ഉണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് ഒരു സ്ഥലം ഒരുക്കി വെച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്കൊരു അസൗകര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് കുർബാനൻ്റെ ക്ലാസ് ടൈം 7:30 മുതൽ രാത്രി 9 വരെയാണ് ക്ലാസ് ടൈം. അപ്പം ഞായറാഴ്ച അങ്ങൊന്നും കുർബാനയ്ക്കൊന്നും ആരും പോവാറില്ല. പക്ഷേ എനിക്ക് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിന്. അങ്ങനെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പറഞ്ഞു. അപ്പോൾ വേറെ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മണിക്ക് 6:15 അവിടെ കുർബാന. 6 മണിക്ക് തന്നെ എനിക്ക് കുർബാനയ്ക്ക് പോകാനും സാധിച്ചു. പരിശുദ്ധ അമ്മേനെ അതിനും അനുഗ്രഹിച്ചു. എന്തൊരു ക്ലേശകരമായ അവസരത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ അമ്മ ഓടി വരുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് ഹാദിന് അബുദാബിയിലേക്കുള്ള എക്സാം ഡേറ്റ് എടുത്തത് 21-ാം തീയതി മാർച്ച് 21 3 മണിക്കാണ് എക്സാം ഡേറ്റ് എടുത്തത്. പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മയെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ എനിക്ക് ആ ഡേറ്റ് തന്നത്. അങ്ങനെ ഡേറ്റ് എടുത്തു. മാർച്ച് 21 എനിക്ക് അച്ഛനെ കാണാൻ അതിനു മുമ്പ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എന്നെ വിട്ടില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 3 മണിക്കായിരുന്നു എക്സാം. പക്ഷേ ആ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എക്സാമിന് പോത്തോളൂ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ പോത്തോളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർച്ച് 21 രാവിലെ ഞാൻ കുർബാനയ്ക്ക് വന്ന് കുർബാന ആരാധനയെല്ലാം കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത്. ഇവിടുന്ന് അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, സാക്ഷ്യം പറയാനുള്ള എൻ്റെ കൊതി അമ്മ സാധിച്ചു തരണം. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിനെ സാക്ഷിയാക്കി മാറ്റണേ മാതാവേ. അന്ന് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചത്, പരിശുദ്ധ അമ്മ എനിക്ക് ഇവിടെ നിന്ന് ഈ പുണ്യമായ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയണമെന്നാണ് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്കും അമ്മയെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ എന്നെ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കുന്നതാണ് എനിക്ക് കണ്ടത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സാവുമെന്ന്. കാരണം ഇവിടെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് എക്സാമിന്. അതുകൊണ്ട് എന്തായാലും ഞാൻ പാസ്സാവുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാം ഹാളിൽ എക്സാമിന് ചെന്നപ്പോഴത്തേക്കും എനിക്ക് 3 മണിക്കാണ് എക്സാം. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ 3 മണിക്കാണ് എക്സാമെങ്കിൽ ഞാൻ 2:30 എക്സാമിന് കയറും. എൻ്റെ എക്സാം 2:30 ആയിരിക്കണം മാതാവേ. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2:30 മണിക്കാണ്. എനിക്ക് എക്സാം 2:30 മണിക്കായിരിക്കണം. നമുക്ക് സ്ലോട്ട് അനുസരിച്ച് നേരത്തെ എക്സാമിന് കയറാം. ഞാൻ അവിടെ 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ 2:15 വരാം, എനിക്ക് 2:30 എക്സാം മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ 2:15 വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2:15 പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് 2:30 ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ എക്സാം സ്റ്റാർട്ടായത് കറക്റ്റ് 2:30. അപ്പം അമ്മയുടെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എക്സാമിന് ഉടമ്പടി ഉപ്പോ കയ്യിലൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മേഡത്തിനോട് ചോദിച്ചു, മേഡം ഇത് അമ്മയുടെ ഉപ്പാണ്, എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഉപ്പാണ്, ഇതൊന്ന് കൊണ്ട് കയറിക്കോട്ടെ, എനിക്ക് എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ എന്നോട് പറഞ്ഞു വെച്ചോ. ഇന്നൊരു ടിഷ്യൂ പേപ്പർ തന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് വെക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടിഷ്യൂ പേപ്പർ തന്നു. ഞാൻ ടിഷ്യൂ പേപ്പറിനകത്ത് അമ്മയുടെ ഉപ്പ് വെച്ചിട്ട് എൻ്റെ ടേബിളിൽ വെച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ടാക്കിയത്. ആദ്യത്തെ എക്സാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ കൊന്തയിലുണ്ടായിരുന്നു. കൊന്തയെടുത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ആൻസേഴ്സും ക്ലിക്ക് ചെയ്തത്. എൻ്റെ മൗസ് പോയിന്റ് ക്ലിക്ക് ആവുന്നത് പോലെ എനിക്ക് അറിയുന്നില്ലായിരുന്നു. കാരണം അത്രത്തോളം സ്പീഡിലാണ് ഞാൻ ഓരോ ആൻസർ ചെയ്തത്. കാരണം എല്ലാം ആരോ എനിക്ക് പറഞ്ഞു, എൻ്റെ മൗസ് പോയിന്റ് വേറെ ആരോ പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം പെട്ടെന്നാണ് ഞാൻ എക്സാം എഴുതിയത്. 3 മണിക്കൂറിൻ്റെ എക്സാമിന് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ എഴുതി കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്നും കൂടെ നോക്കി വീണ്ടും ഒത്തിരി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ഞാൻ ക്ലോസ് ആക്കിയത്. അപ്പം ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് മേഡം വന്നപ്പോൾ ചോദിച്ചു, എഴുതി കഴിഞ്ഞോ, ഒന്നും കൂടെ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല, ഒന്നും നോക്കാനില്ല, ക്ലോസ് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലോസ് ആക്കി. അപ്പം തന്നെ എനിക്കറിയായിരുന്നു മാതാവ് ഈശോൻ്റെ ഇടതും വലുതും ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം. അമ്മ ഈശോൻ്റെ ഇടതും വലുതും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ള ഒരു സാന്നിധ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പുഞ്ചിരിച്ച മുഖമൊക്കെ എൻ്റെ മനസ്സിലേക്ക് അന്ന് വന്നായിരുന്നു.
അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് റിസൾട്ട് അറിയുന്നതാണ്. പക്ഷേ എനിക്ക് അരമണിക്കൂറായി, എന്തോ കമ്പ്യൂട്ടറിൽ എന്ത് ഇറർ ഉണ്ടായിരുന്നു, അരമണിക്കൂറൊക്കെ ആയി റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് ഫുള്ള് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ഞാൻ ആ സമയത്തെല്ലാം അമ്മയോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ എൻ്റെ അവിടുത്തെ മേഡം പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ആദ്യ എക്സാം പാസ്സായിട്ടുണ്ട്, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. അങ്ങനെ ഞാൻ ആദ്യ എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയെടുത്ത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. മാർച്ച് 25 അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ തന്നെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയണം. മാർച്ച് 31 മുമ്പ് തന്നെ ഞാൻ അബുദാബിയിലേക്ക് പോകണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് അമ്മയെടുത്ത് പ്രാർത്ഥിച്ചത്. മാർച്ച് 21 എക്സാം ഞാൻ പാസ്സായി. മാർച്ച് 25 ഞാൻ അവിടുന്ന് 16 പേരെയും കൊണ്ട് ആണ് ഇങ്ങോട്ട് വന്നത്. പരിശുദ്ധ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ വരുന്ന ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പേര് കൃപാസനത്തിൽ കൊണ്ടുവരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് അത്രയും പേരെ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അമ്മയുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ, അത്യധികം ആഗ്രഹിക്കുന്നവർ, അമ്മ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരെയും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എൻ്റെ അടുത്ത നിയോഗം, ഞങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീടും സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്തോട്ട് തന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോഴത്തേക്കും ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു വീട് സ്ഥലവും കണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീട് സ്ഥലം ഞങ്ങൾക്ക് തരണേ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട് കാണാൻ പോയപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് ഓരോ റൂമിലും എല്ലാം വീടിൻ്റെ 4 വശത്തിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വീട് കണ്ടത്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാൻ സാധിച്ചു. ഡിസംബർ 29 തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾക്ക് അന്ന് ആ വീട്ടിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, അടുത്തുള്ള ഓർഫനേജുകളിൽ പോയി രോഗികളെ കാണുകയും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കഴുകി തേച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. ജോലിക്ക് കയറിയതിന് ശേഷം സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അത്രയ്ക്കും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രാവശ്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കും. ക്രൈസ്തവർക്കും എല്ലാം ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് ഒരു കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അമ്മയെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ പത്രം കൊടുക്കാറുള്ളത്. അവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ പത്രം ഞാൻ കൊടുക്കാറുള്ളത്. ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ 5:15 തന്നെ എഴുന്നേറ്റ് കറക്റ്റ് സമയത്ത് ചൊല്ലുമായിരുന്നു. കൃപാസനത്തിൽ ധ്യാനം, ആഴ്ചയുള്ള ധ്യാനം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു. ആ ദിവസം എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ആഴ്ചയിൽ ഞാൻ മുടങ്ങാതെ തന്നെ കൃപാസനത്തിലെ ധ്യാനം കാണുമായിരുന്നു. വിശുദ്ധ കുർബാന ഞാൻ ആദ്യമേക്ക് വീട്ടിൽ നിന്ന സമയത്താണെങ്കിൽ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഞായറാഴ്ചകളിൽ കുർബാന ഞാൻ മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ കുർബാന കൂടാറുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷമ എന്നൊരു പുണ്യമാതാവ് എനിക്ക് നൽകി. എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളോട് ദേഷ്യമുള്ളവരോട് പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മാതാവ് എനിക്ക് തന്നു. ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഈ ദിവസം തന്നെ പരിശുദ്ധമായ ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ ഒത്തിരി കൊതിയോടെ അമ്മയോട് പ്രാർത്ഥിച്ചൊരു ദിവസമാണ്. ഇന്ന് ഞാൻ ഇവിടുന്ന് സാക്ഷ്യം പറയണമെന്ന് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാം ഒത്തിരി നന്ദി. വെളിപാട് 3:8 നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. സോണി ജോയ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഒത്തിരി നന്മകളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധമ്മയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനം കൊടുത്തുകൊണ്ട് ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കണമോ അതനുസരിച്ചുള്ള ജീവിതം സൂക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും
ദൈവനാമത്തെ പ്രതി സ്വയം എളിമപ്പെടുത്തിയും ജീവിതം നയിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച ഭൗതികമായ നന്മകൾ BSc നഴ്സിംഗിൻ്റെ പരീക്ഷ വിജയിച്ചു. സൗദിയിലേക്കുള്ള കാര്യങ്ങൾ ശരിയായി വന്നു. ജീവിത പങ്കാളിക്ക് അബുദാബിക്ക് അതിനിടയിൽ പോകുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. അതോടൊപ്പം സോണിക്ക് അബുദാബിയിൽ പോകുവാൻ വേണ്ടിയുള്ള ഹാർഡിൻ്റെ പരീക്ഷ നല്ല രീതിയിൽ എഴുതി വിജയിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നന്മ പ്രവൃത്തികൾ ചെയ്യുവാനുമുള്ള നിരന്തരമായ സഹായം മകൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. ഉടമ്പടിയിൽ ഞാൻ ആഴപ്പെട്ട് സന്തോഷത്തോടെ വിശ്വസിക്കുകയായിരുന്നു. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന ഓരോ കാര്യവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും നല്ലത് എനിക്കെപ്പോഴും ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നു. OET എഴുതി പരാജയപ്പെട്ടപ്പോൾ അത് തൻ്റെ ആഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥന മാറ്റുന്നത് മുതലാണ് ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ആഗ്രഹം പോലെയല്ല, രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒരുപോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇടത്തേക്ക് പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് അമ്മ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകുവാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരണം, പദ്ധതി ഒരുക്കണമെന്നായിരുന്നു പ്രാർത്ഥന. അതാണ് ആദ്യം ജീവിത പങ്കാളി അബുദാബിയിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇൻ്റർവ്യൂ ലഭിച്ച് പോകുവാൻ കാരണമാകുന്നു. ഏറ്റവും ശ്രമകരമായ HD പരീക്ഷ മകള് വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത് വിജയിക്കുവാനും സമയച്ചുരുക്കത്തിൽ വിജയിക്കുവാനും അതോടൊപ്പം അതുവഴി അങ്ങോട്ടേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മകൾക്ക് ക്രമീകരിച്ച് കിട്ടുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ ഈ സാക്ഷ്യത്തിൽ ശ്രദ്ധിക്കുന്നത്, എപ്പോഴും അമ്മ മാതാവിന് ജീവിതത്തിനൊപ്പം ഒരു സ്ഥാനം കൊടുക്കുന്നു. കാര്യം നേടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, കൂടെ മറിയത്തിനൊപ്പം സഞ്ചരിക്കുവാനുള്ള ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടെതുമെന്ന് സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നതനുസരിച്ച് എൻ്റെ ജീവിതക്രമത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക, വിശ്വാസത്തിൽ അല്പം കൂടി ഒന്ന് ആഴപ്പെടുക, വിശ്വസ്തത കൈമോശം വരാതെ സൂക്ഷിക്കുക. തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്, പരീക്ഷയുടെ റിസൾട്ട് വരുവാൻ വൈകുന്നുണ്ട്, ഇടയ്ക്ക് ജോലിക്ക് ക്ലേശങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ഉടമ്പടിയിൽ ഒരു ചാഞ്ചാട്ടമില്ല, ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുകയാണ്. മികവുള്ളത്, ഇതിലും മികച്ചത് എനിക്കമ്മ കൊണ്ടുവന്ന് തരും, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. ആ റിസൾട്ട് എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് വരുമ്പോൾ മകളുടെ HED പരീക്ഷയുടെ റിസൾട്ട് അരമണിക്കൂർ വൈകുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ആദ്യ പിടിച്ച് ആകുലപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സുകൊണ്ട് പറയേണ്ടതാണ് സ്വാഭാവികമായിട്ടും. മകൾ പറയുന്നത് എന്താണ്? ഞാൻ ആ അരമണിക്കൂർ സമയം മുഴുവനും ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി എന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഉടമ്പടിയിലുള്ള ഉറപ്പെന്ന് പറയുന്നത്, അമ്മ മാതാവ് കരം പിടിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതം ഏതെങ്കിലുമൊക്കെ ആകുലപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടാലും അത് ഒരിക്കലും അത് സങ്കടത്തിനോ പരിദേവനത്തിനോ പരാതി പറച്ചിലിനോ കാരണമാവില്ല. മറിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രം അധരത്തിലൂടെ ലോകത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് മകൾ പല നമ്മളോട് ആവർത്തിച്ച് പറയുക. ഞാൻ അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി. പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആദ്യം കൃപാസനത്തിൽ വന്നു, അമ്മയുടെ അരികിൽ പറഞ്ഞു, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞ് അവിടെ നേരത്തെ എത്തി, 1 മണിക്കെത്തി. അവർ പറഞ്ഞു വേണമെങ്കിൽ പരീക്ഷയ്ക്ക് കയറാം. മകൾ പറഞ്ഞു ഇല്ല, 2:15 വരാം. 2:15 വരെ എന്ത് ചെയ്തു? ഞാനത് ഉടമ്പടിയുടെ എല്ലാ പ്രാർത്ഥനകളും ആ നിമിഷങ്ങളിൽ ചെയ്തു. ഒരു ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അമ്മയ്ക്ക് എഴുതുവാൻ പോകുന്ന പരീക്ഷകളെയും ആ പരീക്ഷാ സമയത്ത് മുഴുവനും സമർപ്പിച്ച് അമ്മ കൂടെ വരണം, എനിക്കമ്മ കൂടെ ഇരുന്ന് വേണ്ടത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു മനസ്സിൻ്റെ ചങ്കുറപ്പാണ്. എൻ്റെ അമ്മയെക്കൊണ്ട് മാത്രമേ ഞാൻ ഈ പരീക്ഷയ്ക്ക് കയറുന്നുള്ളൂ. അല്ലെങ്കിലോ ലോകത്തിൻ്റെ അരൂപിയാണ് നമ്മളിൽ നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുസ്തകങ്ങൾ മറിച്ചുകൊണ്ടിരിക്കും, ചോദ്യോത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, ദൈവത്തെ വിളിക്കണമെന്ന് പോലുമില്ല. ശരിക്കും പരീക്ഷ എഴുതുന്ന മണിക്കൂർ വരെയും രാവിലെ മുതൽ മകൾ നടത്തിയൊരു പ്രോസസ്സ്, അത് ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ്. അതാണ് ശരിക്കും ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും. രാവിലെ വന്ന് അമ്മയെ കണ്ട് അമ്മയുടെ അരികിൽ എല്ലാം പറഞ്ഞ് ഈ നാളുകളിൽ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ച അവസരങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പോവുക. നേരത്തെ എത്തിയെങ്കിലും ഒട്ടും ആദ്യ പിടിക്കാതെ അല്പം കൂടി അമ്മയുടെ സന്നിധി, അമ്മയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
അകത്തേക്ക് ഉടമ്പടി ഉപ്പോ മറ്റൊന്നും കൊണ്ടുപോകുവാനാവില്ലെന്ന് തിരിച്ചറിയുമ്പോൾ അത് ഇൻവിജിലേറ്ററോട് ചോദിച്ച് ആ ഇൻവിജിലേറ്റർ കൊടുത്ത ആ ടിഷ്യൂ പേപ്പറിൽ അതൊന്ന് അല്പം ശേഖരിച്ചുകൊണ്ട് അത് ഒന്ന് തൻ്റെ മേശപ്പുറത്ത് വെച്ച് അമ്മയുടെ സാന്നിധ്യമായി അതിനെ കണ്ടുകൊണ്ട് പരീക്ഷയിലേക്ക് പ്രവേശിക്കുക. മകൾ പറയുന്നില്ലേ, എനിക്ക് എത്ര വേഗത്തിലാണ് ഓരോന്ന് ക്ലിക്ക് ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താണത്? അത് അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ ചെവിയിലെന്തോ പറഞ്ഞു കൊടുക്കുന്നു, കൈകൾ എങ്ങനെയോ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നല്ല വിജയത്തോടുകൂടി ഇതയദിനം, ഇതും എഴുതി പ്രാർത്ഥിച്ച ദിവസമാണ്. മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരമൊരുക്കി തരണം. അത് അമ്മയോട് എഴുതി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച അതേ ദിനം തന്നെ മകൾ ഇന്ന് വലിയ നിർവൃത്തിയോടുകൂടി ആ സാക്ഷ്യം പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയോടൊപ്പമാണോ സഞ്ചരിക്കുന്നത്? നമുക്ക് ഉടമ്പടിയിൽ ആണ് എന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഉടമ്പടിയിൽ നിന്ന് മാറാതെ, ഞാൻ പിടിച്ചതിനപ്പുറം എൻ്റെ കരം എൻ്റെ അമ്മ നന്നായി മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.